ഹായ്, ഒരു ഹായ് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഫ്രൈഡേ കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ചെമ്മീൻ കറി അല്ലെങ്കിൽ കൊഞ്ച് കറിയാണ്. ഫ്രഷ് ചെമ്മീൻ നമ്മൾ വാങ്ങിച്ച് അത് ക്ലീൻ ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതിന് അവസാനം വരെ കാണുക, എന്നിട്ട് അത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. ചെമ്മീൻ കറിക്ക് 1.5 കിലോ പ്രോൺസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ക്ലീൻ ചെയ്തത്. നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തോട് മാത്രം കളഞ്ഞാൽ മാത്രം പോരാ. അതിൻ്റെ രണ്ട് സൈഡിലും വരഞ്ഞിട്ട് അതിൻ്റെ ഒരു ഞരമ്പുണ്ട്, അത് വലിച്ചു കളയണം. പിന്നെ അതിൽ അഴുക്കെടുത്ത് കളയണം. ഇനി കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എടുത്തിരിക്കുന്ന ചെറുള്ളിയാണ് ഒരു 10 പീസ് ചെറുള്ളി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി ഒരു 3 പീസ്, സവാള 2 ചെറിയ സവാള 2 പീസ്, പിന്നെ ഒരു 5 പച്ചമുളക് നീളത്തിലരിഞ്ഞ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചോപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കുക, സവാളയും സ്ലൈസ് ചെയ്തെടുക്കുക, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി എനിക്കൊരു തേങ്ങയും കൂടി ആവശ്യമുണ്ട്. ചെറിയ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പ്രോൺസ് കറി ഉണ്ടാക്കാനുള്ള ഉരുളി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിൽ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളി ചൂടായി ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഉലുവ ഇട്ടുള്ളൂ. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ച് ഇഞ്ചിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചുള്ളൂ. അപ്പോൾ ഇഞ്ചി ഒന്ന് ചെറുങ്ങനെ മൂത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 3 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിലരിഞ്ഞ പീസാണ്. അപ്പോൾ അതും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുള്ളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചെറുള്ളി ഒരു 10 പീസാണ് എടുത്തിരിക്കുന്നത്. അതും തീരെ നൈസായിട്ട് അരിയണ്ട, 2-3 പീസായിട്ട് അരിഞ്ഞ് ഓരോ ഉള്ളി അതിന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചെറുള്ളി എടുക്കുകയാണെങ്കിൽ നമുക്ക് സവാളയുടെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ 2 ചെറിയ സവാളയും കൂടി ചേർക്കുന്നുണ്ട്. ചെറുതാണ് എടുത്തിരിക്കുന്നത്. സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്ന സവാള ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. സവാള കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക് മതിയാവും കേട്ടോ, നീളത്തിലരിഞ്ഞത്. 4-5 പച്ചമുളക് മതി. അത് നമുക്ക് എരിവ് വേണ്ടവർക്ക് കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ മാക്സിമം മതിയാവും. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, അത് വാടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിൽ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടുണ്ടായി സവാള ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണം ആദ്യം. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലിപ്പൊടി ഞാൻ ചേർക്കുന്നത് ഒരു 3 സ്പൂണിൽ മേലെയായിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുന്നത്. അതും വലിയ സ്പൂണല്ല, ഒരു മീഡിയം സ്പൂണാണ്. 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണിൽ മേലെയായിട്ട് ഞാൻ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും ഞാൻ അധികം ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ മസാല ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മസാലേനെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ മസാല നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ചെറിയ ഫ്ലെയിമിലാക്കി വയ്ക്കുക തീ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കഴിഞ്ഞ് വേണ്ടത് 2 ചെറിയ പീസ് തക്കാളിയാണ്. ഞാൻ 2 ചെറിയ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം തക്കാളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൂത്ത് നമുക്ക് ഒരു ക്രീമി ലെവലിൽ വന്ന് കിട്ടണം. ആ സമയത്ത് നമുക്ക് ചൂടുവെള്ളം വെച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളിയും കൂടി വാടി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം, ഒന്ന് ക്രീമി. മസാലയും ഉള്ളിയും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ക്രീമി ലെവലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീ മീഡിയം ഫ്ലെയിമിലായിട്ട് തന്നെ വെക്കുക. കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കറികളെപ്പോഴും ഉരുളി പോലെ പാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അത് മാത്രം നമുക്ക് ഇളക്കാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. മസാല അധികം പെട്ടെന്നൊന്നും കരിഞ്ഞു പോവില്ല. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ക്രീമി, മസാല എല്ലാം ചേർന്ന് ക്രീമി ലെവലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചേർക്കേണ്ടത് ചൂടുവെള്ളമാണ്. ഞാൻ തിളപ്പിച്ച് വെച്ചായിരുന്നു, കെറ്റിൽ തിളപ്പിച്ചായിരുന്ന വെള്ളമാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ചേർക്കുക, പിന്നെ വേണം നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് ടൈറ്റ് ആവാനുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഞാനതിനെ നന്നായിട്ടൊന്ന് ലൂസാക്കി മസാലയും വെള്ളം കൂടി ചേർത്ത് ഇളക്കി നല്ല സെറ്റപ്പാക്കി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം വറ്റി വരുന്നുണ്ട്, തിക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് തിക്കായി ഇതിൻ്റെ പുളിയൊക്കെ ഇളക്കണം. നമുക്കൊന്ന് കുറച്ച് 2 പീസ് കുടംപുളിയൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള ഇത് ചേർക്കുന്നത്. ഇപ്പം ഞാനൊരു 4 കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അത് കുതിരിട്ടിരുന്നതാണ്. അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പുളിയും തക്കാളിയും ഇതെല്ലാം കൂടി ചേരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ കറിക്ക്. എന്നിട്ട് നമുക്ക് തന്നെ ഇളക്കി കൊടുക്കാം. അതിന് മുമ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പും കൂടി ചേർക്കും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പും പുളിയും കൂടി ഇളകിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കൊഞ്ചെന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിയോട് ചേർന്ന് ഈ ഉപ്പും പുളിയും കൂടി ഇളകി വരുമ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യം പുളി ഇളകി വരണം. അതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ തിളച്ച് പുളി അതിനകത്തേക്ക് ഇളകി വരുന്നുണ്ട് കേട്ടോ. ഓവർ പുളി ആവരുത്. അപ്പോൾ നമ്മൾ കുറച്ച് പുളി ഇട്ട് ചേർത്ത് അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് ചെറുങ്ങ തീയിലിരുന്ന് അതിൻ്റെ പുളിയൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ. പുളി ഇളകി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പും പുളിയും കൂടി ലെവലായതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തിക്കായിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ചെമ്മീൻ കഴുകി വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ നമുക്ക് വീണ്ടും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ തിളയ്ക്കും തോറും ചെമ്മീനിൽ വെള്ളം ഇളകി വരും കേട്ടോ. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ തോട് മാത്രം കളഞ്ഞ് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്ന് വന്നാലും 2 സൈഡും ക്ലീൻ ചെയ്തെടുക്കണം. 2 സൈഡും വരഞ്ഞാൽ അഴുക്ക് കളയണം. അതിൽ ഞരമ്പ് വരുന്നത് വലിച്ച് കളയണം. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനിഗറും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഉളുമ്പും മണം വരും. അപ്പോൾ നമ്മുടെ അതെ ഞാൻ ചെമ്മീനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ പെട്ടെന്ന് അധികം വേവില്ല കേട്ടോ ചെമ്മീൻ. ചെറുങ്ങനെ ഇതായി വരുമ്പോഴേക്കും അത് വളഞ്ഞുകൂടി അത്യാവശ്യം വീർത്ത് വരും ആ ചെമ്മീൻ. നല്ല ചെമ്മീൻ കറിയൊക്കെ ആകുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചെറിയ ചൂടടിച്ചപ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊക്കെ വളഞ്ഞൊന്ന് കണ്ടറിയാൻ പറ്റും. അത്യാവശ്യം അപ്പോൾ നമ്മുടെ ചെമ്മീനകത്ത് കുക്കായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ട് ഞാൻ ചെമ്മീൻ ഇട്ടിട്ട് അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ചെമ്മീൻ അത്യാവശ്യം കുക്കായി തന്നെ പറയാം. കാരണം ആ ചെമ്മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ആ ചെമ്മീനൊക്കെ വളഞ്ഞ് നല്ല വീർത്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന 1.5 കിലോ ചെമ്മീനാണ് കേട്ടോ. ഇത് ചെറിയ നന്നായിട്ട് കുക്കായതിന് ശേഷം ഇപ്പോൾ നമ്മുടെ പുളിയും ഉപ്പും എല്ലാം കൂടി ഇതിനകത്ത് ചെമ്മീൻ നന്നായിട്ട് കയറി പിടിക്കും കേട്ടോ. തേങ്ങ ചേർക്കാത്തവർക്ക് ഈ തന്നെ ചേർക്കാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ തേങ്ങയും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്ന് ഇളകി വരുമ്പോൾ തന്നെ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തന്നെ ചെമ്മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ തേങ്ങ അരച്ചുള്ള കറി ആയതുകൊണ്ട് ഞാൻ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ എനിക്കിപ്പോൾ തേങ്ങ ചേർക്കാൻ പോവാണ്. ഞാൻ ഒരു തേങ്ങയാണ് അരച്ച് തരുന്നത്. നമുക്കിവിടെ മേടിക്കാൻ കിട്ടുന്നതാണ്. തേങ്ങ ചെറിയത് മേടിക്കാൻ കിട്ടും. അങ്ങനെയാണ് ഞാനത് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് ചേർത്തുണ്ട്. അതിലേക്ക് ഞാൻ മിക്സി കഴുകി വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇളക്കാം. അപ്പോൾ ചിരകിയ തേങ്ങ അരച്ച് തേങ്ങ ചേർത്തിട്ട് അധികം ഒരുപാട് നേരം നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. കുറച്ച് നേരം തിളച്ച് ആ ഗ്രേവിയോട് ചേർന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പും പുളിയൊന്നും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മസാലയും ചേർന്നു, തേങ്ങയുടെ കൊഴുപ്പെല്ലാം കൂടി ചേർന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് താളിച്ചിടാം. ഞാനതിന് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഞാൻ കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കടുകാണ് ഇട്ട് കൊടുത്തിരുന്നത്. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഒരു 3 പീസ് ഉണക്കമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി 2-3 പീസ് ചെറിയ ഉള്ളി നമുക്ക് ചോപ്പ് ചെയ്ത് വയ്ക്കാം. 2 പീസായാലും മതിയാവും. അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ 3 പീസ് എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ബ്രൗൺ കളർ വരുന്നേരം നമുക്ക് ഈ ചെറുള്ളിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് കറിയുടെ മേലേക്ക് താളിച്ചിടാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചെറുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കും കേട്ടോ. ലേശം മതി. അത് എരിവിന് വേണ്ടിയിട്ടല്ല, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കറിയുടെ മേലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ഒരു റെഡ് കളർ ഫ്ലേവറും കിട്ടും. കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചെറുള്ളി ഞാൻ മൂപ്പിക്കാൻ വെച്ച് നന്നായിട്ട് തന്നെ മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടി, ഞാൻ നേരത്തെ പറഞ്ഞാണ്, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഒരു ലേശം മുളക് പൊടി അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ച് കരിക്കുണ്ടാകും, നമുക്ക് അപ്പം തന്നെ ഓഫാക്കാം. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ചേർത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കറി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കറിയുടെ മേലേക്ക് ഇതിനങ്ങ് ചെട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഗ്രേവി അതിനകത്ത് ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.